ഇന്ന് നമ്മൾ മാതാവിന്റെ സ്വർഗാരോപണ മഹത്വം കൊണ്ടാടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് പല ലക്ഷ്യങ്ങളുണ്ടെന്നാൽ ആത്യന്തിക ലക്ഷ്യം ഒന്നേ ഉള്ളൂ. അത് സ്വർഗം പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക, ദൈവത്തോടുകൂടി ആയിരിക്കുക എന്നൊക്കെ പറയാം. ഭൗതികമായ ജീവിതത്തിന് പരിമിതിയുണ്ട് നമുക്കറിയാം. ലോക ജീവിതത്തിന്റെ പരിസമാപ്തിക്ക് മരണം എന്ന് പറയുന്നത് മരണത്തിലൂടെ കടന്നു പോയിട്ടാണ് നിത്യജീവനിലേക്ക് എല്ലാവരും പ്രവേശിക്കുക. മനുഷ്യന്റെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും മഹത്വം വിളിച്ചറിയിക്കുകയാണ് മാതാവിന്റെ സ്വർഗാരോപണ മഹത്വത്തിന്റെ തിരുനാള്. ആത്മശരീരങ്ങളെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് വിശ്വാസത്തെ പറയുന്നത്. 1950 നവംബർ 1 12 പീയൂസ് പാപ്പ വിശ്വാസ സത്യപ്രഖ്യാപനം നടത്തി. ലോകാരംഭം മുതൽ സജ്ജമാക്കിയ നിത്യമഹത്വത്തിലേക്ക് മറിയം കടന്നുപോയി എന്നുള്ളതാണ്. നിത്യമഹത്വത്തിലേക്ക് കടന്നുപോയി. മറിയത്തിന് രക്ഷാകര കർമ്മത്തില്, യേശുവിന്റെ രക്ഷാകര കർമ്മത്തിൽ സവിശേഷമായി പങ്ക് ഉണ്ട്. മറിയത്തെ സഹരക്ഷക എന്നാണ് പറയുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. ലോകത്തിലായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിലല്ല, എന്നാൽ മരിച്ച് നമ്മുടെ നിത്യതയിലേക്ക് കടന്നു കഴിയുമ്പോഴാണ്, സ്വർഗ്ഗത്തിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരുന്നത്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധ മറിയം കടന്നുപോയി. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന മഹത്വമാണത്. പഴയ നിയമത്തിൽ ഗുരുപിതാക്കന്മാരായ പ്രവാചകനായ ഏലിയായും എനോക്കൊക്കെ സുഖം പ്രാപിക്കുന്നത്. ഏലിയായും ശിഷ്യനായ എലീശായും. ഏലിയായുടെ പ്രവചനത്തിന്റെ സംവത്സരങ്ങളും ദിവസങ്ങളും ഒക്കെ പൂർത്തിയായപ്പോൾ എലീശായ്ക്ക് മനസ്സിലായി പ്രവാചകൻ തന്റെ ഗുരുവായ പ്രവാചകൻ തന്നെ വിട്ടുപോകുമെന്ന്. ഏലിയായെ പിന്നാലെ വിടാതെ പ്രവാചകൻ പിന്തുടരുന്നു. ഏലിയായ പ്രവാചകൻ വിടാതെ പിന്തുടരുന്നു. ആ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ആ എലീശ പ്രവാചകൻ പ്രവാചക ദൗത്യം സ്വീകരിക്കുന്നതിന്റെ അടയാളമായിട്ട് ഏലിയ പ്രവാചകന്റെ പുതുക്കുപ്പായം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അത് കരുതലോടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഏലിയ പ്രവാചകന്റെ പിൻഗാമിയാണ് എലീശ. പ്രവാചകത്വം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ദൗത്യത്തിന്റെ അനുസ്മരണമായിട്ടാണ് ആ കുപ്പായം മാൻഡിൽ സ്വീകരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളില് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന യേശു പ്രാർത്ഥിച്ചതാണ്. സ്വർഗമുഖമായ യേശുവിന്റെ വചനം സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പം. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം മഹത്വം നമ്മൾ കൊണ്ടാടുന്നു. ഉയർപ്പ് തിരുനാളിന് ശേഷം 40-ാം ദിവസം അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുന്നു. മറിയത്തിന്റെ ഈ ലോക ജീവിതത്തിന്റെ സംവത്സരങ്ങൾ പൂർത്തിയായപ്പോൾ സ്വർഗീയാനുഭവത്തിലേക്ക് കടന്നുപോയി. മറിയം യേശുവിനോടൊപ്പം രക്ഷാകര ചരിത്രത്തിൽ സജീവമായിട്ട് സഹരക്ഷക എന്നുള്ള നിലയിൽ പങ്കുവഹിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യേശുവിന്റെ മരണത്തിന്റെ നിമിഷങ്ങളിൽ, പീഡാനുഭവത്തിന്റെ അതിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട നിമിഷങ്ങളില് അവിടുന്ന് സഹനത്തിന്റെ പാരമ്യത്തിൽ കാൽവരിയിലെ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ കുരിശിന്റെ ചുവട്ടിലും വ്യാകുലയായ മാതാവ് അവിടെ ഉണ്ടായിരുന്നു. ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട് പറയുന്ന വചനങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. മാതാവ് പറഞ്ഞു, ഇതാ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ പുത്രൻ എന്ന് പറയുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ സഭയിൽ സുദീർഘമായ കാലഘട്ടം
സഭയിൽ ശുശ്രൂഷ ചെയ്ത മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു, തൊസിയൂസ് തൂസ്. അതാണ് പറഞ്ഞ് പൂർണ്ണമായും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പരിതോവസ്ഥകൾ, സാഹചര്യങ്ങൾ, നേരിടേണ്ടി വന്ന സഹനങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തൊസിയൂസ് തോത്തൂസ് തൂസ്, അത് ലത്തിൻ വാക്കാണ്, പൂർണ്ണമായും അങ്ങയുടേത് നിന്റേത് എന്ന് പറഞ്ഞത്. ഈ ജോൺ പോൾ ബാലനായി 14-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. അതിനു മുമ്പ് അമ്മയും മരിച്ചു. പിതാവ് മരിക്കുന്ന ഒരു ദിവസം നാസികൾ ആക്രമിച്ച് കിടക്കിയപ്പോൾ എല്ലാവരെയും നിർബന്ധമായിട്ട് പണിയെടുക്കാനായിട്ട് അയച്ചു. പാറമടയിലുള്ള പണിയാണ് കിട്ടിയത്. ജോൺ പോളിന് കിട്ടിയ പണി അതാണ്. ലോലത്തുമായിരുന്നു പേര് ചെറുപ്പത്തില്. ഇങ്ങനെ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ അറ്റാക്കായിട്ട് മരിച്ചു കിടക്കുന്നത്. അമ്മ അതിന് മുമ്പേ മരിച്ചു. പിന്നെ ഒരു സഹോദരൻ ഡോക്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് രോഗബാധിതനായിട്ട് മരിച്ചു. ഒരു പെങ്ങളുണ്ടായിരുന്നു, അത് മരിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഒരിക്കൽ ജോലിയെല്ലാം കഴിഞ്ഞ് യുവാവായിരുന്ന അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു വണ്ടി, അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദേവാലയത്തിന്റെ മുമ്പിലുള്ള വഴിയിൽ വെച്ചാണ് വണ്ടി ഇടിച്ചത്. അദ്ദേഹം ഇങ്ങനെ വണ്ടി മുട്ടി പരിക്കേറ്റ് അവശനായിട്ട് കിടക്കുമ്പോൾ ദേവാലയത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ മാതാവിന്റെ സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിച്ചു. ഈ മാർപ്പാപ്പയുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നു. പോളണ്ടിൽ ചെക്കോവ എന്ന് പറയുന്ന കറുത്ത മാതാവിന്റെ പ്രസിദ്ധമായ മലയിലുള്ളൊരു ദേവാലയമുണ്ട്. അവിടെ പോയി പലപ്പോഴും ഏകാന്തതയിൽ പ്രാർത്ഥനയിൽ ചിലവഴിച്ചിരുന്ന മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയ്ക്ക് പ്രവർത്തിക്കാനും ജീവിതത്തിലുള്ള ആത്മധൈര്യവും ശക്തിയും ഒക്കെ പ്രദാനം ചെയ്തത് മാതാവിനോടുള്ള നിരന്തരമായി പ്രാർത്ഥനയും സമർപ്പണവും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, പൂർണ്ണമായിട്ട് ഞാൻ അങ്ങടേതാണെന്ന്. അലക്സിസ് കാരൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, മേൻ ദി അൺനോൺ. ഇത് വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് ഉള്ളില് ലോകത്തിലെ മനുഷ്യന് കൈവരിക്കാൻ കഴിയുന്ന നേട്ടങ്ങളെ പറ്റിയാണ് ആ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകള്, അദ്ദേഹം പറയുന്ന വചനങ്ങളുണ്ട്. അദ്ദേഹം ലൂർദിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിയിട്ടുണ്ട്. അവിശ്വാസിയായിരുന്ന അദ്ദേഹം ലൂർദിലേക്ക് പോയി ചികിത്സിച്ചിരുന്ന മേരി ഡങ്കൻ എന്ന് പറയുന്ന സ്ത്രീ അവൾ ഗുരുതരമായിട്ട് രോഗബാധിതയായി മെഡിക്കൽ ശാസ്ത്രമനുസരിച്ച് അവർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല, പറ്റുന്ന ചികിത്സയില്ല. അതുകൊണ്ട് അവസാനത്തെ ആശ്രയം എന്നുള്ള നിലയിൽ ലൂർദിലേക്ക് തീർത്ഥാടനം നടത്തിയാണ്. അവിടെ രോഗികൾക്ക് പലപ്പോഴും സൗഖ്യം ലഭിക്കാറുണ്ട്. അങ്ങനെ ദിവ്യകാരുണ്യ പ്രദർശനത്തിന്റെ സമയത്ത് അവൾക്ക് അത്ഭുതകരമായിട്ട് സൗഖ്യം കിട്ടി. മരണത്തിന് വക്കിലിരുന്നവൾ സുഖപ്പെട്ടു. അത് അലക്സിസ് കാരൽ എന്ന ഡോക്ടറുടെ ചിന്തകളിൽ വലിയ പരിവർത്തനം വരുത്തി. ഇയാൾ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അവിശ്വാസിയായിരുന്ന ഡോക്ടർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഇന്നത്തെ പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യ ഉളവാക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ഊർജാവസ്ഥയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ, ഉറക്കെ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ വ്യതിയാനങ്ങൾ നടക്കുന്നുണ്ട്, പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. EEG വഴിയായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. വിശുദ്ധ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ EEG വഴിയായിട്ടാണ്. അപ്പോൾ പ്രാർത്ഥന വഴിയായിട്ട് മനുഷ്യന് സൗഖ്യം ലഭിക്കുന്നുണ്ട്, ആത്മീയമായിട്ട് സൗഖ്യമുണ്ട്. അതുപോലെ മനുഷ്യന്റെ പ്രതിസന്ധികളിൽ സമാധാന രാഹിത്യത്തില്
അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ ശാന്തത കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന വഴി കിട്ടും എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. മനുഷ്യൻ ഉളവാക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തിയുള്ള ഊർജാവസ്ഥയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ദിവ്യശക്തിയാൽ രോഗത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിശ്വാസിയാണ് ഡോക്ടർ പറയുകയാണ്, പ്രാർത്ഥന വഴിയായിട്ട് ജീവിതത്തിലേക്കും സൗഖ്യത്തിലേക്കും ആന്തരികവും മാനസികവും ശാരീരികമായ സൗഖ്യത്തിലേക്ക് കടന്നുപോയ വ്യക്തികൾ ധാരാളമുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. മനുഷ്യന് പലപ്പോഴും സമാധാനമില്ല. ഒരു വ്യക്തിക്ക് സമാധാനമില്ലെങ്കിൽ ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കും. നേരത്തെ വാർത്ത, ഒരു മകൻ അപ്പനെ അമ്മയും കൊന്ന കേരളത്തിലാണ്, വേറെ നാട്ടിലൊന്നുമല്ല, അപ്പനെ അമ്മയും കൊന്നു. അപ്പനെ അമ്മയെ ഒരു വ്യക്തിയെ കൊല്ലണമെങ്കിൽ അവന്റെ സമാധാനം പോയി, അവൻ നോർമലല്ല, ഒന്നുകിലും മദ്യപാനിയായിരുന്നു എന്ന് പറയുന്നത്, ചിലപ്പോൾ മയക്കുമരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ ചിന്തകളിൽ വ്യത്യാസം ഉണ്ടായി. അവൻ സാധാരണ സുബോധത്തോടു കൂടി ചെയ്യാത്ത കാര്യങ്ങള് പിതൃകത്തെയും മാതൃകത്തെയും ചെയ്തു. അതാണ് സംഭവം. ഈ ലോകത്തില് മാന്യമായിട്ടും നിയമാനുസൃതമായിട്ടൊക്കെ നമുക്ക് ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ട്. വ്യക്തികൾ തമ്മിൽ കൂട്ടായ്മയിലും മുമ്പോട്ട് പോകണമെങ്കിൽ, കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ പ്രാർത്ഥന വഴി നമ്മുടെ പ്രയാസങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വിദ്വേഷങ്ങളും ഒക്കെ പ്രാർത്ഥന വഴി ലഘൂകരിച്ച് നമ്മളെ തന്നെ ആത്മാവിൽ നന്മയിൽ ശാക്തീകരിച്ചുകൊണ്ട് പ്രസന്നവദനരായിട്ട് സംവദിക്കാൻ, സംസാരിക്കാൻ, ഇടപെടാൻ നമുക്ക് കഴിയണം. അതാണ് പ്രാർത്ഥനയുടെ മൂല്യം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുഖത്തിന് സൗന്ദര്യത്തിന് ഒത്തിരി കാര്യങ്ങളൊക്കെ പണം കൊടുത്തിട്ടൊക്കെ പൂശുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് സൗന്ദര്യം കിട്ടുമോ? പ്രാർത്ഥിക്കുന്ന നന്മ നിറഞ്ഞ മനുഷ്യരുടെ മുഖത്ത് പ്രസന്നതയുണ്ടായിരിക്കും. അത് അവരുടെ സമാധാനമാണ്. രണ്ടാമതായിട്ട് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആചരിക്കും. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി സ്വാതന്ത്ര്യം, ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് 15-ാം തീയതി പകൽ സമയമില്ലാഞ്ഞിട്ടാണോ അർദ്ധരാത്രിയിൽ 1-ാം തീയതി അർദ്ധരാത്രി 15-ന് ആരംഭം കുറിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ പതാക താത്തിയിട്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തി റെഡ് ഫോർട്ടില് അദ്ദേഹം ആദ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം നൽകുന്നുണ്ട്. പ്രസിദ്ധമാണ്. ദേശീയ പതാക ഉയർത്താറുണ്ട്. അതില് മുകളില് കുങ്കുമം. അത് എന്താ സൂചിപ്പിക്കുന്നത്? അത് വിശ്വാസത്തെയാണ്, ആർഷഭാരതത്തിന്റെ സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഭാരതത്തെ പറ്റി കേരളത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഇവിടെയും ദൈവമയമാണ്, ഈശ്വരവിശ്വാസമുള്ളവരാണ്. ആർഷഭാരതത്തിൽ നിരവധി സന്യാസികളുണ്ട്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ആരാധനാ സ്ഥാപനങ്ങളുണ്ട്. അപ്പം പൊതുവെ വിശ്വാസ തീഷ്ണതയുള്ളവരാണ്, ഏതെങ്കിലും മതവിശ്വാസത്തിനുള്ളവരാണ് ഭാരതീയര്. ഇപ്പോൾ കൂടുതൽ ഹൈന്ദവ വിശ്വാസികളാണ്. അവരുടെ ആർഷഭാരത ഋഷികളുടെ വേഷത്തെ സൂചിപ്പിക്കുന്നതാണ് കുങ്കുമ കളറുകൾ. രണ്ടാമതായിട്ട് പച്ച, അത് പ്രകൃതിയുടെ കളറാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാലും മരങ്ങളെല്ലാം പച്ചയാണ്, കണ്ണിമ്പോടെ കളറാണ്. ഇത് ഹരിതകമാണ്. അതുവഴിയാണ് ഉൽപാദനം നടക്കുന്നത്, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുവഴിയാണ് മനുഷ്യന്റെ ജീവിതം നടക്കുന്നത്. ഹരിതകം, പച്ച. മൂന്നാമതായിട്ട് വെള്ള എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കളറാണ്, വെള്ള. പിന്നെ ഒരു അശോക ചക്രമുണ്ട്. അത് അശോക സ്തംഭത്തിൽ നിന്നും കണ്ടിട്ടില്ല. ഞാൻ അശോക സ്തംഭം കണ്ടിട്ടുണ്ട് വടക്കിന്ത്യയിൽ. അശോക ചക്രം എന്ന് പറയുന്നത് അതിനും ചില മൂല്യങ്ങളൊക്കെ ഉണ്ട്. അനുസൃതമായിട്ടുള്ള ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ തിരിയല്, ഇതിന് ആരംഭവും ഇല്ല, അവസാനവും ഇല്ല. ചക്രത്തിന് ആരംഭവും ഇല്ല, അവസാനവുമില്ല. അനുസൃതമായി പ്രപഞ്ചത്തിന്റെ ഗതികള് അതാണ് സൂചിപ്പിക്കുന്നത്. അതാണ്. ഇനി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. അടുത്ത കാലത്തായിട്ട് ലണ്ടനിലും പ്രത്യേകിച്ച് അയർലൻഡിലും ഒക്കെ
ചെറുപ്പക്കാരായിട്ടുള്ള സായിപ്പ് പിള്ളേര് നമ്മുടെ ആളുകളെ, ഇന്ത്യക്കാരെ, ഏഷ്യക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൗകര്യത്തിന് കിട്ടിയാൽ തല്ലുന്നുണ്ട്, ഓടിക്കുന്നുണ്ട്, മർദ്ദിക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യക്കാർക്കും മറ്റുമൊക്കെ പുറത്തിറങ്ങാൻ ഭയമാണ്, പ്രത്യേകിച്ച് അയർലൻഡില്. കാരണം അവിടെ കുടിയേറ്റക്കാരോട് അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന ആളുകളോട് ഉദ്വേഷത്തിന്റെ ഒരു സാഹചര്യം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നിയമാനുസൃതമായിട്ടും അല്ലാതെയും കുടിയേറിയാണ്, അല്ലാതെ ചെന്നിട്ടുള്ള ആളുകളോടാണ് കൂടുതൽ വിദ്വേഷം. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കഴിഞ്ഞു കഴിയുമ്പോൾ അവരുടെ നികുതി പണം കൊണ്ട് നിയമാനുസൃതമല്ലാത്ത വള്ളത്തിലും ബോട്ടിലും കപ്പലിലും ഒക്കെ ബ്രിട്ടനിലൊക്കെ ഇറക്കി വിടുന്ന ആളുകള് അവർക്ക് നല്ല സൗകര്യം, അവരെ നല്ല സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ആഹാരം കൊടുത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അങ്ങനെയൊക്കെ വീടുണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നവര് അഭയാർത്ഥികളല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അറിയിക്കുകയാണ്. അതാണ് പ്രശ്നം. അവരുടെ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ, വളർന്നു വരുന്ന തലമുറയ്ക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ, വിദേശികളുടെ ആധിപത്യം പരിധിയിൽ കൂടിയാൽ ശരിയാവുകയില്ല എന്നുള്ള ആശയം അവരിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് അതുകൊണ്ടാണ് ചെറുപ്പക്കാര് പിള്ളേര് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാണ് ഗലേഷ്യൻസിലുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ജഡികമായിട്ട് വ്യാപരിക്കുന്നതിനായിരിക്കരുത്. പിന്നെയോ ആത്മാവിന്റെ ഫലങ്ങൾ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും സൽഫലങ്ങൾ പുറപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഗലേഷ്യൻസ് 5:13 പറയുകയാണ്. ഈ ദുരാശകൾ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നവയാണ്. അതാണ് മോഷണം, കൊലപാതകം. ഞാൻ പറഞ്ഞു അപ്പനെയും പറ്റിയ കാര്യം വേറെ ഉണ്ടോ? ഭർത്താവ് ഭാര്യയെ കൊന്നുകൊണ്ട് വേറെ കൊലപാതകം, അതാണ് കൊലപാതകം എന്ന് പറയുന്നത്. അക്രമം, നിയമലംഘനം, സ്ഫോടനം വഴിയായിട്ട് നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവങ്ങള്, തീവ്രവാദ പ്രവർത്തനങ്ങള്, ആസക്തികള്, ദ്രവ്യാസക്തി, ജടികാസക്തി, ഇങ്ങനെയുള്ള ആസക്തികള്, ഇതൊക്കെ ഈ ദുരാശകളാണ്, സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നതാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്, സ്വരാജിനെ പറ്റി പറയുന്നതാണ്. സ്വരാജ് ഈസ് എ മാറ്റർ ഓഫ് വൈപ്പിംഗ് എവേ എവരി ടീയേഴ്സ് ഫ്രം എവരി ഐസ് എന്ന് വെച്ചാല് മറ്റുള്ളവരുടെ കണ്ണുനീര് അവരുടെ കണ്ണുകളിൽ നിന്ന് ഒപ്പിയെടുക്കാൻ കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം, സ്വരാജ് ശരിയാകുന്നത്. അപ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഭാരതത്തിൽ സ്വാതന്ത്ര്യശേഷം ഒത്തിരി നേട്ടങ്ങൾ വന്നിട്ട് 35 കോടി ജനങ്ങളുണ്ടായിരുന്ന ഭാരതത്തിൽ 142 കോടിയിലേറെ ജനങ്ങളുണ്ട്. അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം കാർഷിക വിപ്ലവം ഇവിടെ നടന്നു, ധവള വിപ്ലവം നടന്നു, കാരണം പാലിന്റെ. പക്ഷേ ഇങ്ങനെ ഒത്തിരി പഞ്ചവത്സര പദ്ധതികൾ വഴിയായിട്ടൊരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാനായിട്ടുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം ഒത്തിരി ആളുകൾക്ക് നേടിക്കൊടുത്തു. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ഈ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. എല്ലാവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലുള്ളവർക്ക്, തഴയപ്പെട്ടവർക്ക്, സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർക്കൊക്കെ വിദ്യാഭ്യാസം, ആവശ്യത്തിനുള്ള ആഹാരം, മനുഷ്യന്റെ താമസിക്കാനുള്ള വീടുകള്, ഇങ്ങനെയുള്ള തൊഴിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും യാഥാർത്ഥ്യമായിട്ട് തീരുക. ഈ സ്വാതന്ത്ര്യം യഥാർത്ഥ അതിനേക്കാൾ ഉന്നതമായ കാഴ്ചപ്പാട് ടാഗോറിനുണ്ട്. ടാഗോർ പറയുന്നത് ഇങ്ങനെയാണ്: എവിടെ മനസ്സ് നിർഭയമായും ശിരസ് ഉന്നതമായും ജ്ഞാനം സ്വതന്ത്രമായി നിൽക്കുന്നുവോ, എവിടെയാണോ വാക്കുകൾ ഹൃദയത്തിന്റെ അഗാധമായ ഉറവിടത്തിൽ നിന്നും നിർവിനിശങ്കം പൊട്ടിപ്പുറപ്പെടുന്നത്, എവിടെയാണോ എല്ലാ കർമ്മങ്ങളെയും വികാരങ്ങളെയും ആനന്ദത്തെയും അങ്ങ് എന്നെന്നും നേർവഴിക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സ്വാതന്ത്ര്യ സ്വർഗത്തിലേക്ക് അല്ലയോ പിതാവേ ഭാരതീയരെ സ്വന്തം കൈകൊണ്ട് നിർഭയം കരുപ്പിടിപ്പിച്ച് ഉന്മുഖരാക്കി തീർക്കണം. അതാണ് ഗീതാഞ്ജലി ടാഗോറിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്. സാധനങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ട് സമാപിക്കാം.
സ്വർഗാനുമതിയായ പരിശുദ്ധ ദൈവമാതാവ്, അങ്ങേ മഹത്വമേറിയ വിജയത്തിൽ അങ്ങേ മക്കളായ ഞങ്ങളും പങ്കുചേരുന്നു. നാഥേ, അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു. ഞങ്ങളും അങ്ങേ മാതൃകയനുസരിച്ച് പാപരഹിതരായി ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാൻ അനുഗ്രഹം നൽകണമേ. ഭാരതത്തിന്റെ ആധ്യാത്മിക വിമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.